നാലാമത്തെ ചോദ്യം, 16 സെന്റിമീറ്റർ നീളമുള്ള ഒരു ഈർക്കിൾ രണ്ടായി മുറിക്കുന്നു. ചെറിയ കഷണത്തിന്റെ നീളം 5 സെന്റിമീറ്റർ ആയാൽ വലിയ കഷണത്തിന്റെ നീളം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് 16 സെന്റിമീറ്റർ നീളമുള്ള ഒരു ഈർക്കിൾ കഷണം. അതിനെന്ത് ചെയ്തു? രണ്ടായിട്ട് മുറിച്ചു. അതില് ചെറിയ ഭാഗത്തിന്റെ നീളം എന്നത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ഒരു വലിയ ഭാഗത്തിന്റെ നീളം എന്നത് എത്രയാണ് എന്നാണ് ചോദ്യം. എത്രയായിരിക്കും? അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്താലും മതി, 16-ൽ നിന്ന് 5 കുറച്ച് നോക്കിയാൽ ഉത്തരം കിട്ടും. എത്രയാണ് ഉത്തരം കിട്ടുക? 16-ൽ നിന്ന് 5 കുറച്ചാൽ നമുക്ക് 11 എന്ന് ഈ വലിയ ഭാഗത്തിന്റെ നീളം എന്ന് കിട്ടും. ഉത്തരമായിക്കൊണ്ട് നമുക്ക് 11 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വലിയ കഷണത്തിന്റെ നീളം 12 സെന്റിമീറ്റർ ആയാൽ ചെറിയ കഷണത്തിന്റെ നീളം എത്ര എന്നതാണ് ബി ക്വസ്റ്റ്യൻ. 16 സെന്റിമീറ്റർ ആണ് ആകെ നീളം എന്ന് പറയുന്നത്. അതിൽ വലിയ കഷണത്തിന്റെ നീളം എന്നത് 12 ആണ്. എങ്കിൽ ഈ ചെറിയ കഷണത്തിന്റെ നീളം എത്ര എന്നതാണ് ചോദ്യം. ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്താലും മതി, ആകെ നീളത്തിൽ നിന്ന് വലിയ കഷണത്തിന്റെ നീളം കുറച്ചാൽ മതി. അപ്പം 16-ൽ നിന്ന് 12 കുറച്ചാൽ ചെറിയ കഷണത്തിന്റെ നീളം എത്ര എന്ന് കിട്ടും? 4 എന്ന് കിട്ടും. ഉത്തരമായിക്കൊണ്ട് നമുക്ക് 4 എന്ന് ഉത്തരം കിട്ടും. ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കാം. കഷണങ്ങളുടെ നീളവും ഈർക്കിളിന്റെ ആകെ നീളവും തമ്മിലുള്ള ബന്ധം എന്താണ്? അതായത് രണ്ട് കഷണങ്ങളുടെയും നീളം തമ്മിൽ കൂട്ടിയാൽ ഈർക്കിളിന്റെ ആകെ നീളം ലഭിക്കും. അതായത് മുറിഞ്ഞ ചെറിയ കഷണത്തിന്റെ നീളവും വലിയ കഷണത്തിന്റെ നീളവും കൂടെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഈർക്കിൾ കഷണത്തിന്റെ ആകെ നീളം കിട്ടും എന്നതാണ്. ഇനി നമുക്ക് ഡി ക്വസ്റ്റ്യൻ നോക്കാം. ചെറിയ കഷണത്തിന്റെ നീളം എസ് എന്നും വലിയ കഷണത്തിന്റെ നീളം ബി എന്നും ആകെ നീളം ടി എന്നും എടുത്താൽ ഈ ബന്ധം എങ്ങനെ എഴുതാം? ആകെ നീളം എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു, അതായത് ചെറിയ കഷണം പ്ലസ് ചെറിയ കഷണം എന്താണെന്നാണ് തന്നിട്ടുള്ളത്? ചെറിയ കഷണം എസ് എന്നാണ് തന്നിട്ടുള്ളത്. എസ് കൂട്ടണം വലിയ കഷണത്തിന്റെ നീളം, അതായത് ബി. അപ്പം ഇതാണ് നമുക്ക് കിട്ടുന്നത്. എസ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു ടി, അല്ലെങ്കിൽ ടി ഈസ് ഈക്വൽ ടു എസ് പ്ലസ് ബി എന്നാണ് ഡി ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ചെറിയ കഷണത്തിന്റെ നീളം 7 സെന്റിമീറ്റർ ആയാൽ താഴെ കൊടുത്തവയിൽ ശരിയായത് ഏതാണ്? ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എസ് എന്ന് പറയുന്നത് 7 ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സമവാക്യം എന്നത് എസ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു ടി എന്നായിരുന്നു. അപ്പം എസിന് പകരമായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടി ഈസ് ഈക്വൽ ടു എസിന് പകരം 7 ചേർത്താൽ മതി. 7 പ്ലസ് ബി എന്നാണ് ഉത്തരമായിട്ട് ലഭിക്കുക. എത്രാമത്തെ ഓപ്ഷൻ ആണത്? എ ഓപ്ഷൻ തന്നെയായിരുന്നു. ടി ഈസ് ഈക്വൽ ടു 7 പ്ലസ് ബി. അഞ്ചാമത്തെ ചോദ്യത്തിലെ എ ക്വസ്റ്റ്യൻ എന്നത് 3/4 തുല്യമായ ഭിന്നസംഖ്യ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തെയും ന്യൂമറേറ്ററിനെയും ഛേദത്തെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്തായിരിക്കും? തുല്യ ഭിന്നസംഖ്യ ലഭിക്കും. ഇപ്പൊ തന്നിട്ടുള്ള ഓപ്ഷനുകളില് 3-നെയും 4-നെയും ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയതായിരിക്കും ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് ഓരോന്നും പരിശോധിക്കാം. ആദ്യത്തേത് 8/12 എന്നതാണ്. 8 എന്നത് 3-ന്റെ ഏതിന്റെങ്കിലും ഗുണിതമാണോ? അല്ല. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ അല്ല എന്ന് പറയാം. ഇനി ഓപ്ഷൻ ബി എന്നത് 14/20 എന്നായിരുന്നു. 14 എന്നത് 3-ന്റെ ഒരു ഗുണിതവുമല്ല. അപ്പം രണ്ടാമത്തേതും തെറ്റാണ്. ഇനി സിയില് 18/24. 18 എന്നത് 3-നെ 6 കൊണ്ട് ഗുണിച്ചത്. പിന്നെ 24 എന്നത് 4-നെ 6 കൊണ്ട് ഗുണിച്ചത്. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചു. 6 എന്ന സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോഴാണ് എത്ര കിട്ടിയത്? 18/24 എന്ന് കിട്ടിയത്. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതായിരിക്കും? അപ്പം ഓപ്ഷൻ സി ആണ്, 18/24 എന്നതാണ്. അടുത്തതായിട്ട് ബി ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെയുള്ള ചിത്രങ്ങളിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യകളും അവയുടെ തുകയും എഴുതുക എന്നതായിരുന്നു ചോദ്യം. നമുക്ക് ആദ്യത്തെ ചിത്രത്തിൽ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു വൃത്തത്തെ നമ്മൾ 4 ഭാഗമാക്കി തിരിച്ചാൽ അതിലെ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതായത് 1/4 ഭാഗം, 1/4 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രം എന്നത് ഒരു വൃത്തത്തെ നമ്മൾ 8 ഭാഗങ്ങളാക്കി തിരിച്ചാൽ
അതിലെ 1, 2, 3, 4, 5 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 5/8 എന്നതാണ്. ഇനി 1/4നെയും 5/8നെയും നമ്മൾ കൂട്ടണം. 1/4 പ്ലസ് 5/8. രണ്ട് ഭിന്നസംഖ്യകളിലെയും ഡിനോമിനേറ്റർ ഛേദം എന്ത് ചെയ്യാണ്, ഒരേപോലെ ആക്കാനായിട്ട് പോവാണ്. ഇവിടെ 8 ആണ്. ഈ 4 എന്നതിനെ നമുക്ക് എന്ത് ചെയ്യണം, 8 ആക്കണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഭിന്നസംഖ്യയെ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 2/8 പ്ലസ് 5/8 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 2 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 8 എന്ന് എഴുതാം. എത്ര ഉത്തരം കിട്ടും, 7/8 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. 1/3/4 മീറ്റർ നീളമുള്ള 2 ചരടുകൾ അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ ആകെ നീളം എത്ര എന്നതാണ് ചോദ്യം. ആകെ നീളം എന്നത് എത്രയായിരിക്കും, 1/3/4 പ്ലസ് 1/3/4 ചെയ്താൽ. ആദ്യം ഞാനിവിടെ എന്ത് ചെയ്യുന്നു ചോദിച്ചാല്, 1ഉം 1ഉം തമ്മിൽ കൂട്ടുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 1 + 1 എന്നത് 2 എന്ന് കിട്ടും. ഇനി ഞാനിവിടെ 3/4നെയും കൂട്ടുന്നു. രണ്ടിന്റെയും ഛേദം എന്ന് പറയുന്നത് സെയിം ആയതുകൊണ്ട് നമുക്ക് 6/4 എന്ന് ഇതിന്റെ ഉത്തരം എഴുതാം. 6/4 എന്നത് ഒരു വിഷമ ഭിന്നമാണ്, അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. നമുക്ക് അതിനെ എന്ത് ചെയ്യണം, ഒരു മിശ്ര ഭിന്നമാക്കി, മിക്സ്ഡ് ഫ്രാക്ഷൻ രൂപത്തിലേക്കാക്കി മാറ്റും. മിശ്ര ഭിന്ന സംഖ്യയാക്കി മാറ്റുമ്പോൾ 1 2/4 എന്ന് കിട്ടും. അതായത് = 1 1/2. ഇതിനെ ഞാൻ എന്ത് ചെയ്തു, 2/4നെ ചുരുക്കി ഞാൻ എന്ത് ചെയ്തു, 1/2 എന്ന് എഴുതി. ആകെ തുക എന്നത് 2 + 1/2, അതായത് 3 1/2, 3 1/2 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്, 3/3 1/2 മീറ്റർ, അല്ലെങ്കിലോ 3.5 മീറ്റർ എന്ന് പറയാം. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യമായിട്ടുള്ള 6ാമത്തെ ചോദ്യം നോക്കാം. 2022 വ്യത്യസ്ത മാസങ്ങളിൽ ഇന്ത്യയിൽ വിറ്റ ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പനയെ സൂചിപ്പിക്കുന്ന നേർവര ചിത്രം ചുവടെ തന്നിരിക്കുന്നു. ചിത്രത്തെ അടിസ്ഥാനമാക്കി താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തി എഴുതുക എന്നതാണ് ചോദ്യം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് ഏതു മാസത്തിലാണ് എന്നതായിരുന്നു എ ക്വസ്റ്റ്യൻ എന്നത്. അതിനായിട്ട് നമുക്ക് എന്ത് നോക്കിയാൽ മതി, ഗ്രാഫിലെ ഏറ്റവും ഉയർന്ന ബിന്ദു എവിടെയാണ് വരുന്നത് എന്ന് പരിശോധിക്കണം. ഒക്ടോബർ മാസത്തിലാണ് വരുന്നത്. അപ്പം ഉത്തരം എന്ന് പറയുന്നത് ഏതായിരുന്നു, ഒക്ടോബർ എന്നതായിരുന്നു ഉത്തരം. ഒക്ടോബർ മാസത്തിൽ എത്ര കാറുകളാണ് വിറ്റഴിച്ചിട്ടുള്ളത്, 1,40,000 കാറുകളാണ് ഒക്ടോബർ മാസം വിൽപ്പന നടന്നത്. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി ആകെ വിറ്റ വാഹനങ്ങളുടെ എണ്ണം എത്രയാണ്? എന്ത് ചെയ്താലും മതി, നമുക്ക് ജനുവരിയിലെ വിൽപ്പന എന്ന് പറയുന്നത് 50,000-ഉം ഫെബ്രുവരിയിലെ വിൽപ്പന 60,000-ഉമാണ്. എങ്കിൽ 2 മാസങ്ങളിലായിട്ട് ആകെ വിറ്റ വാഹനങ്ങളുടെ എണ്ണം എത്ര എന്നതിന് എന്ത് ചെയ്താൽ മതി, ഈ രണ്ടും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, 1,10,000 എന്ന് കിട്ടും. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. ഫെബ്രുവരി സെപ്റ്റംബർ മാസങ്ങളിൽ വിറ്റ വാഹനങ്ങളുടെ എണ്ണത്തിന്റെ വ്യത്യാസം എത്ര? അപ്പം സെപ്റ്റംബറിലെ വിൽപ്പന എന്നത് 1,00,000-ഉം ഫെബ്രുവരിയിലെ വിൽപ്പന എന്നത് 60,000-ഉമായിരുന്നു. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം, എണ്ണത്തിന്റെ വ്യത്യാസം കണ്ടെത്താനായിട്ട് ഇവ തമ്മിൽ കുറച്ചാൽ മതി. ഉത്തരം എന്നത് 40,000 എന്ന് കിട്ടും. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തെ അടിസ്ഥാനമാക്കി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നായിരുന്നു. ഒന്നാമത്തെ പ്രസ്താവന എന്നത് ഏറ്റവും കുറവ് വിൽപ്പന നടന്നത് മെയ് മാസത്തിലാണ് എന്നാണ് പറയുന്നത്. മെയ് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ കുറവ് വിൽപ്പന നടന്നത് എന്നാണ് പറയുന്നത്. ആണോ? അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 2 മാസങ്ങളിൽ 1,00,000-ൽ കൂടുതൽ വിൽപ്പന നടന്നിട്ടുണ്ട്. 2 മാസങ്ങളിൽ 1,00,000-ൽ കൂടുതൽ വിൽപ്പന നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. 1,00,000 എന്ന് പറയുന്നത് ഇവിടെയാണ് ഗ്രാഫിന്റെ പോയിന്റ് വരുന്നത്. ആകെ ഒക്ടോബർ മാസത്തിൽ മാത്രമാണ് എന്ത് നടന്നിട്ടുള്ളത്,
1 ലക്ഷത്തിൽ കൂടുതൽ വിൽപ്പന നടന്നിട്ടുള്ളത്. സെപ്റ്റംബർ മാസത്തിൽ കൃത്യം എന്താണ് 1 ലക്ഷം വാഹനങ്ങൾ വിൽപ്പനയാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രസ്താവന 2 എന്താണ് തെറ്റാണെന്ന് പറയാം. ഇനി ഫെബ്രുവരി മെയ് മാസങ്ങളിലെ വിൽപ്പന എന്ന് പറയുന്നത് എന്താണ്? തുല്യമാണ് എന്നാണ് പറയുന്നത്. അതായത് ഫെബ്രുവരിയിലെയും മെയ്യിലെയും, ഫെബ്രുവരി എന്ന് പറയുന്നത് ഇവിടെയാണ്, മെയ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവ തമ്മിലുള്ള ആ ഒരു ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് യെസ് എന്താണ്, ഫെബ്രുവരി മെയ് മാസങ്ങളിൽ വിൽപ്പന തുല്യമാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി എല്ലാ മാസവും 60,000-ൽ കൂടുതൽ വിൽപ്പന നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ജനുവരി മാസത്തിലെ വിൽപ്പന പരിശോധിക്കുമ്പോൾ വെറും 50,000 നടന്നിട്ടുള്ളത്. അപ്പം ഡിയും തെറ്റാണ്. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവന എന്നത് ഓപ്ഷൻ സി ആയിരുന്നു. ഇനി ഈ ക്വസ്റ്റ്യൻ എന്നത് ചിത്രത്തെ അടിസ്ഥാനമാക്കി ഒരു ചോദ്യം തയ്യാറാക്കുക എന്നതായിരുന്നു. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു മാസത്തെ വിൽപ്പന എത്രയാണ്, അതായത് മാർച്ച് മാസത്തിൽ എത്ര വാഹനങ്ങളാണ് വിറ്റഴിച്ചത്. ചിത്രത്തില് ഏതെങ്കിലും ഒരു മാസത്തെ വാഹനങ്ങളുടെ വിൽപ്പന എത്രയാണ്, അല്ലെങ്കിൽ ഒരു മാസത്തിൽ നടന്ന വിൽപ്പന മറ്റൊരു മാസത്തേക്കാൾ എത്ര കൂടുതലാണ്, കുറവാണ്, തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും തയ്യാറാക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്.